സൂചിപ്പാറ കേന്ദ്രീകരിച്ചൊക്കെ ശക്തമായ തെരച്ചിലാണ് ഇന്ന് നടത്തുന്നത്. എത്തരത്തിലാണ് പരിശോധന പുരോഗമിക്കുന്നത്? ഇതിന് സമാനമായ രീതിയിലുള്ള പരിശോധന തന്നെയാണ് ഇന്നും നടക്കുന്നത്. അത് 6 സോണുകളായി തിരിച്ചിട്ടുണ്ട്. ആ 6 സോണുകളിൽ കൃത്യമായി പരിശോധന നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ആ മേഖലകൾ തിരിച്ചുള്ള പരിശോധന നടക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളിലെയും പോലെ തന്നെ ഇത്തവണയും അതായത് ആ 6 സോണുകൾ മുകളിൽ പുഞ്ചിരിമട്ടം മുതൽ താഴോട്ടേക്ക് ഓരോ സോണുകൾ തിരിച്ചുള്ള പരിശോധന. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ഒപ്പം തന്നെ ഈ വെള്ളാർമലയിലെ ഈ വില്ലേജ് ഓഫീസ് പരിസരം, അതോടൊപ്പം തന്നെ സ്കൂൾ പരിസരം, ബേലിപ്പാലത്തിന് സമീപം, ഇങ്ങനെ പല മേഖലകളായി തിരിച്ചുള്ള പരിശോധനയാണ് ഇന്നും നടക്കുന്നത്. ആ സമാനമായ രീതിയിൽ അതായത് എല്ലാ മേഖലകളിലും JCB ഉപയോഗിച്ച് കുഴിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ഡ്രോൺ പരിശോധന കൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഡ്രോൺ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇന്നലെയൊക്കെ ഈ മേഖലയിൽ ബേലിപ്പാലം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ നടന്നിരുന്നു. ആ ബേലിപ്പാലത്തിന് സമീപത്ത് തന്നെ ഇന്നലെ 2 തവണ പരിശോധന നടത്തി. ഇന്ന് കുറച്ചുകൂടി മുകൾ ഭാഗത്താണ്, അതായത് മുണ്ടക്കൈക്ക് താഴെയുള്ള ഭാഗത്താണ് ഇന്ന് പരിശോധന നടത്തുന്നത്. ആ രീതിയിലുള്ള പരിശോധന അവിടെ തുടരുകയും ചെയ്യും. അതോടൊപ്പം മറ്റ് മേഖലകളിൽ കൂടി ആ ഡ്രോണിനോടൊപ്പം തന്നെ മറ്റ് മേഖലകളിൽ കൂടി ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് സേനകളുടെയും സഹായത്തോടെയുള്ള അല്ലെങ്കിൽ സഹകരണത്തോടെയുള്ള പരിശോധനയാണ് നടത്താൻ പോകുന്നത്. അതിനിടയിലാണ് ഈ സൂചിപ്പാറ കേന്ദ്രീകരിച്ചുള്ള പരിശോധന. ആ സൂചിപ്പാറയിൽ കഴിഞ്ഞ ദിവസം രക്ഷാപ്രവർത്തനത്തിന് പോയ ആളുകൾ കുടുങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ രക്ഷിക്കാൻ നേവിയും ഉദ്യോഗസ്ഥരും ഒക്കെ പലതവണ ശ്രമിച്ചതിന് ശേഷമാണ് അവരെ തിരിച്ചെത്തിക്കാനായത്. അത്തരത്തിൽ ആ സൂചിപ്പാറയുടെ മറ്റൊരു സ്ഥലത്ത് തന്നെ സൺറൈസ് ഹിൽ എന്ന് പറയുന്ന ആളുകൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കാത്ത, എന്നാൽ ആ പ്രദേശം കേന്ദ്രീകരിച്ച് കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു മേഖലയുണ്ട്. അപ്പോൾ ആ മേഖലയിൽ ഹെലികോപ്റ്റർ മാർഗമാണ് അവരെ എത്തിച്ചിരിക്കുന്നത്. 12 പേരാണ്, അതായത് 12 പേരടങ്ങുന്ന സംഘം. അവരെ 2 ഡിവിഷനുകളായി 6 പേരായി തരം തിരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുക. അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും ആ പരിശോധനയും ഇന്ന് തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുകളിൽ ഈ സോണുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്കിടെ അവലോകന യോഗം കൂടി ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് 2 കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന്, എത്ര പേരെ ഇനി കണ്ടെത്താനുണ്ട്, എത്ര വീടുകൾ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കൃത്യമായൊരു കണക്കിലെത്തിക്കുക. അതിനോടൊപ്പം തന്നെ കേടുപാടുകൾ സംഭവിച്ച വീടുകൾ, നാശനഷ്ടം സംഭവിച്ച വീടുകൾ, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു കണക്ക് ശേഖരിക്കുക. അങ്ങനെ 2 തരത്തിൽ, അതായത് എത്ര നാൾ ഇനി ഏതൊക്കെ മേഖലകളിൽ എത്ര നാൾ പരിശോധന നടത്തണം, ഏത് രീതിയിലുള്ള പരിശോധനയാണ് നടത്തേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. അതോടൊപ്പം തന്നെ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരോ മേഖലയിലും, എത്ര വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തുക. ഇങ്ങനെ 2 തരത്തിലുള്ള പരിശോധനയാണ്, അവലോകനമാണ് ഇന്ന് നടക്കുന്നത്. അതിന് ക്യാമ്പിലുള്ള പ്രദേശവാസികൾ ഉൾപ്പെടെ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ മേഖലയിലേക്ക് പോകുന്നതിനനുസരിച്ച് കൃത്യമായി അവർ ഈ രക്ഷാപ്രവർത്തകരോട് കൃത്യമായി നിർദ്ദേശം നൽകും. എത്ര വീടുകളുണ്ടായിരുന്നു, തങ്ങളുടെ അയൽവാസികൾ ആരൊക്കെയാണ്, അയൽവാസികൾ എത്ര പേർ ക്യാമ്പുകളിലുണ്ട്, അതോടൊപ്പം തന്നെ അന്ന് എത്ര പേരെ കാണാതായിട്ടുണ്ട്, ആ സമയത്ത് എത്ര പേർ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ അയൽവാസികളുമായി അല്ലെങ്കിൽ പ്രദേശവാസികളുമായി ചർച്ച ചെയ്തായിരിക്കും തീരുമാനിക്കുക. അതിനുശേഷമായിരിക്കും ആ സ്ഥലത്ത് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ ചില മേഖലകൾ, പ്രത്യേകിച്ച് ഈ പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള ഏറ്റവും ഉയർന്ന മേഖലയിൽ കൂടുതൽ പരിശോധന നടത്താനുള്ള സാധ്യത കുറയുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവിടെ ഈ ഒരു കുളം കേന്ദ്രീകരിച്ചും സമീപ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് പരിശോധന നടത്തിയത്. പക്ഷേ ആ പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ പ്രദേശവാസികൾ തന്നെ പറയുന്നത് ഈ താഴെ തട്ടിൽ, അതായത് ഈ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് തിരച്ചിൽ നടത്തിയാൽ മാത്രമേ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താനാവുകയുള്ളൂ എന്നാണ് അവർ തന്നെ അഭിപ്രായപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുണ്ടക്കൈയിലേക്ക് കൂടുതൽ പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ പുഞ്ചിരിമട്ടത്തെ പരിശോധന ഒരുപക്ഷേ ഇന്ന് അവസാനിപ്പിക്കും. ഇപ്പോൾ മന്ത്രി കെ രാജനും AK ശശീന്ദ്രനും ഉൾപ്പെടെയുള്ളവർ ആ മേഖലയിലാണ്, ഈ മുണ്ടക്കൈ
മേഖലയിലാണുള്ളത്. ഒരുപക്ഷെ അവിടെ അവർ ഈ പ്രദേശവാസികളുമായി സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. ആ യോഗം പൂർത്തിയാക്കി അവർ തിരിച്ചു വരികയും ചെയ്യും. അതിനുശേഷം മാധ്യമങ്ങളെ കാണും എന്നറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഏറ്റവും ശ്രമകരമായ ഒരുപക്ഷെ ഈ പരിശോധന വരും ദിവസങ്ങളിലും തുടരും. ഏറ്റവും അവസാനത്തെ ആളെ കണ്ടെത്തുന്നത് വരെ പരിശോധന തുടരണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമെന്നാണ് ഇന്നലെ മന്ത്രി കെ രാജൻ പറഞ്ഞിട്ടുള്ളത്. അതിന് അനുസൃതമായ കാര്യങ്ങൾ തന്നെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക. ആദ്യത്തെ ദിവസം എങ്ങനെയാണോ തിരച്ചിൽ നടന്നത് സമാനമായൊരു സാഹചര്യം ഇപ്പോഴുമുണ്ട്. അത് തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതും. എന്തായാലും അതിനോടൊപ്പം തന്നെ പറയേണ്ട ഒന്നാണ് ഈ മൃതശരീരങ്ങൾ ലഭിക്കുന്നതും അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട സംസ്കാരത്തിൻ്റെ കാര്യത്തിലും ഇന്നലെ ലഭിച്ച 4 ശരീരഭാഗങ്ങളുണ്ട്. ആ 4 ശരീരഭാഗങ്ങളും DNA ഉൾപ്പെടെയുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലഭിക്കുന്ന മൃതദേഹങ്ങൾ അത് ഇപ്പോഴും ജീർണാവസ്ഥയിലാണ് പലപ്പോഴും ലഭിക്കുന്നത്. ആ ജീർണാവസ്ഥയിൽ ലഭിക്കുന്ന മൃതദേഹങ്ങൾ അത് പരിശോധനയ്ക്ക് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവർക്ക് മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നുണ്ട്. ഇനി തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലാണെങ്കിൽ കുറച്ച് ദിവസം 1-2 ദിവസം അവർ അത് സൂക്ഷിക്കുകയും അതിനുശേഷം ഡീകമ്പോസ്റ്റ് ആവുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ ഉറപ്പായും ഇതിൻ്റെ രേഖകൾ ഉൾപ്പെടെ പൂർത്തിയാക്കി DNA പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി മൃതദേഹം സംസ്കരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെയൊക്കെ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് സമാനമായി മൃതദേഹം പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുക, അതായത് സംസ്ഥാന സർക്കാർ പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലത്ത് സംസ്കരിക്കുക എന്നൊരു രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ഇന്നലെ മാത്രം 29 മൃതദേഹങ്ങളും 154 ശരീരഭാഗങ്ങളുമാണ് ഈ അടക്കം ചെയ്തത്. അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ ഇന്നലെ 4 ശരീരഭാഗങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ആ ഭാഗങ്ങൾ കൂടി ഇന്ന് സംസ്കരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിലവിലൊരു സാഹചര്യം അനുസരിച്ച് ഓരോ ദിവസവും ശരീരവും അല്ലെങ്കിൽ മൃതദേഹങ്ങളും ലഭിക്കുന്നുണ്ട്. അത് പക്ഷേ സംസ്കരിക്കാനുള്ളൊരു സ്ഥലം ഇപ്പോഴും പര്യാപ്തമല്ല. നേരത്തെ 64 സെന്റ് സ്ഥലമായിരുന്നു ഇവർ എടുത്തിരുന്നത്, അല്ലെങ്കിൽ സർക്കാർ അറ്റാച്ച് ചെയ്തിരുന്നത്. അതിനപ്പുറത്തേക്ക് അതിൽ കൂടുതൽ സ്ഥലം ആവശ്യമുള്ള സെന്റ് സ്ഥലം കൂടി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ കൂടി ഒരുപക്ഷെ ചൂരൽമലയെയും മുണ്ടക്കയെയും പിടിച്ചു കുലുക്കി ഉരുൾപൊട്ടലുണ്ടായിട്ട് 8ാം ദിനമാണ്. ഇന്നും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. കേരളം കണ്ട എക്കാലത്തെയും വലിയ ദുരന്തമായിരുന്നു. ഇന്ന് സൂചിപ്പാറയിലെ സൺറൈസ് വാലി മേഖല കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. അതോടൊപ്പം ചാലിയാർ പുഴയിലും സമഗ്രമായ തെരച്ചിൽ നടക്കുന്നുണ്ട്. നേരത്തെ പരിശോധന നടത്താനാകാത്ത മേഖലകൾ കേന്ദ്രീകരിച്ച് 6 സോണുകളായി തിരിച്ചു തന്നെയുള്ള പരിശോധനയാണ് ഇന്നും പുരോഗമിക്കുന്നത്. വ്യോമസേന ഹെലികോപ്റ്റർ വഴി ദൗത്യ സംഘത്തെ മേഖലയിൽ എത്തിക്കുന്ന ആക്ഷൻ പ്ലാൻ അടക്കമാണ് ഇന്ന് നടക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി PK സരീഷ്.